ഒരു ചന്ദ്ര രോഗിയെ കൊണ്ടുവന്നു. ശിഷ്യന്മാരുടെ അടുക്കൽ അവർക്ക് സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. പലയിടത്തും കൊണ്ടുപോയി, അവർക്ക് സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. തീയിലും വെള്ളത്തിലും വീഴുന്ന ഒരനുഭവം, മരണം പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ആമേൻ, നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ ഞാൻ കൊണ്ടുപോയി, അവർക്ക് വിടുവിക്കാൻ കഴിഞ്ഞില്ല. ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. ലോകത്തിന് കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. മന്ത്രവാദികൾക്ക് കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. ഹല്ലേലൂയ, ആമേൻ. വൈദ്യന്മാർക്ക് കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. ഇതേ ശബ്ദം ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, മരുന്നുകൾ നിന്നെ കൈവിട്ടെങ്കിൽ, ഡോക്ടർമാർ നിന്നെ കൈവിട്ടെങ്കിൽ, നിനക്ക് ഇനി രക്ഷയില്ലെന്ന് എഴുതി തള്ളിയെങ്കിൽ, ആരും നിന്നെ തുണയ്ക്കാനില്ലെങ്കിൽ, യേശു പറയുന്നു എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. എത്ര പ്രാർത്ഥനപ്പുര കൈവിട്ടാലും, എത്ര പാസ്റ്റർമാർ കൈവിട്ടാലും, എത്ര ദൈവത്തിന്റെ ശിഷ്യന്മാർ കൈവിട്ടാലും, യേശു പറയുന്നു എൻ്റെ അടുക്കൽ കൊണ്ടുവാ. യേശുവിന്റെ അടുക്കൽ ആ ചന്ദ്രരോഗിയെ കൊണ്ടുവന്നു. യേശു അവനിൽ വ്യാപരിച്ച ഭൂതത്തെ ശാസിച്ചു. അവനെ ഇഴച്ചതാ ശരീരത്തിൽ നിന്ന് മാറിപ്പോയി. അവൻ സൗഖ്യമായി, നോർമലായി. ആമേൻ. യേശു ആ ഭൂതത്തെ ശാസിച്ചു. ആ രോഗം യേശു സൗഖ്യമാക്കി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നാൽ രോഗസൗഖ്യമുണ്ട്. ആമേൻ. ഭൂതശാന്തിയുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ കണ്ടതുപോലെ കേട്ടതുപോലെ അതിനപ്പുറമായുള്ള എൻ്റെ രോഗം വലുതാണത്, മാറത്തില്ല. പല പ്രാവശ്യം പ്രാർത്ഥിച്ചു നോക്കിയതാണത്, മാറത്തില്ല എന്നാരെങ്കിലും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, യേശു ഇവിടെയുണ്ട്. അത് മാറും, മാറും നിശ്ചയം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയാം, അത് മാറും നിശ്ചയം.